എൻ്റെ വീട്ടിൽ ഒരാളുണ്ട്. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും ചോദിക്കും, എന്നെ കൊണ്ട് പ്ലമ്മിലാണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോടീന്ന്. പിന്നെ കൊച്ചുങ്ങളെൻ്റെ ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുണ്ടാക്കി കൊടുക്കാതെ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് വെക്കണേ. കാരമലൈസ് ചെയ്തത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഈ സൈഡിലുള്ള പതയൊന്ന് നടുവിലേക്ക് അയച്ചു വരും. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണേ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു അരിപ്പൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാമേ. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ ഒരു കാരമലൈസിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ ഈ ഒരു പരിവായാൽ നമുക്ക് നേരെ ട്രേയിലോട്ട് മാറ്റി ബേക്ക് ചെയ്ത് കൊണ്ടുവരാം. ഞാനിത് വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.